ഈശോയുടെ സന്നിധി ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നീ ഒന്ന് ഇടപെടണം, നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. രാത്രി ഒരു 10:30 കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അയർലൻഡിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. ഒരു രാവിലെ 11 മണി സമയം, മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരു കടത്തിണ്ണയിൽ കയറി നിന്ന് കുറച്ച് സമയം, മഴ കുറയുന്നില്ല. ഞാൻ മനസ്സിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിട്ട്, അങ്ങ് പറഞ്ഞുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത്, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മഴ മാറ്റണം. ഞാനും മുട്ടുകുത്തിന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി തിരുവോസിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പിക്ചർ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എൻ്റെ നടു വേദനിക്കാൻ തുടങ്ങി. ആ സ്തുതിപ്പ് നിർത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുത കഥകളാണ് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കപ്പെടുന്നത്. എൻ്റെ പേര് ബ്രദർ ഈശോദാസ്. ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിനടുത്ത് സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. '2001 ബഹുമാനപ്പെട്ട കുട്ടികളത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ധ്യാനം നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നോടൊരു വചന ശുശ്രൂഷ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു 40ഓളം ചെറുപ്പക്കാരാണ് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നതിലൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു, സഹോദര, ഈ ദർശനവരം, രോഗശാന്തി വരം, ഇതെല്ലാം വെറുതെ തട്ടിപ്പ് പറയുന്നതല്ലേ? ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പനി മാറി, ക്യാൻസർ മാറി, അത് മാറി, ഇത് മാറി, ജോലി കിട്ടുന്നെല്ലാം പറയുന്ന തട്ടിപ്പ് പറയുന്നല്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ സഹോദരനത് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ സർവ്വപിടുത്തവും വിട്ടുപോയി. ഇദ്ദേഹത്തോട് എന്ത് മറുപടി പറയും? ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുംപറമ്പിലച്ഛൻ്റെ, പനക്കിലച്ഛൻ്റെ എന്നോട് ഒത്തിരി അച്ഛന്മാരുടെ ധ്യാനങ്ങളും കൺവെൻഷനുകളും ഞാൻ കൂടിയിട്ടുണ്ട്. ഒരു ധ്യാനത്തിലോ കൺവെൻഷനിലോ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞൊരു സംഭവമൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാനില്ല. അവിടെ ദിവ്യാരൻ എഴുന്നേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. എൻ്റെ ഈ 40ഓളം പേരും മുട്ടുകുത്തി നിന്നു. സാധിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. എൻ്റെ എല്ലാവരും തന്നെ കൈ ഉയർത്തി. സാധിക്കുന്നവർ യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കാൻ പറഞ്ഞു. എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ, ദിവ്യാരൻ സന്നിധിയിൽ യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാനും മുട്ടുകുത്തിന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി തിരുവോസിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പിക്ചർ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒരു മനുഷ്യൻ ഒരു പ്ലാവിൻ്റെ 20ഓളം മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. 14 വർഷം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എൻ്റെ നടു വേദനിക്കാൻ തുടങ്ങി. ആ സ്തുതിപ്പ് നിർത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. ഏകദേശം 14 വർഷം മുൻപ് ഒരു പ്ലാവിൻ്റെ 20ഓളം മീറ്റർ ഉയരത്തിൽ നിന്ന് കൈവിട്ട് താഴെ വീണ ഒരാളിവിടെയുണ്ട്. ആളുടെ നടുവിന് എപ്പോഴും വേദനയുണ്ട്. നിങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവുമെന്ന് ചോദിച്ചു. എന്നെ വെല്ലുവിളിച്ച് ഏറ്റുന്നിട്ട് പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞു. വീണ്ടും എല്ലാവരും ദിവ്യാരൻ്റെ സന്നിധിയിൽ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാനിങ്ങനെ കാണുകയാണ്, ഒരു ചെറുപ്പക്കാരൻ സൈക്കിൾ കൂട്ടി പോകുന്നു, ഒരു പട്ടി വട്ടം ചാടുന്നു. ഇദ്ദേഹം വെട്ടിച്ചത് എന്തോ ബാലൻസ് തെറ്റി ഇടത് സൈഡിലേക്ക് കൈകുത്തി വീണു. ഇടത് ഷോൾഡറിന് പ്രോബ്ലം ഉണ്ട്. ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി, ഇടത് ഷോൾഡറിന് പ്രോബ്ലമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമെന്ന് ചോദിച്ചു. എന്നെ വേറൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റത് ഞാനെന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഇവിടെ ദിവ്യാരൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യാരൻ്റെ സന്നിധി ചെലവഴിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരവുണ്ട്. മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥ, ചില സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. ഭക്ഷണത്തിന് കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരാറുണ്ട്, സാമ്പത്തിക ഞെരുക്കം വരാറുണ്ട്. ദിവ്യാരൻ്റെ സന്നിധി പോയിരുന്നിട്ട് കർത്താവിൻ്റെ പറയും, എന്തും കർത്താവ് ചെയ്യും. ഞാൻ 2016 ഇവിടെ വരുമ്പോൾ ഇവിടെ കുർബാനയില്ല, ദിവ്യാരനില്ല. രാവിലെ ഇടവപ്പള്ളിയിൽ പോയി കുർബാന പങ്കെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ബലിപീഠത്തിന് മുമ്പിലിരുന്ന് രാത്രിയൊക്കെ കർത്താവെ ഇവിടെ അങ്ങയുടെ സാന്നിധ്യം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 37ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിപാലനയിൽ ഇവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കപ്പെട്ടു. അന്ന് തുടങ്ങി വിശുദ്ധ കുർബാനയുണ്ട്. കഴിഞ്ഞ വർഷം ഒരു 18 ലക്ഷം രൂപ അത്യാവശ്യമായിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു 18 ലക്ഷം കൊടുക്കേണ്ടതുണ്ട്, ഒരുമിച്ച് കൊടുക്കേണ്ടതാണ്. 12.25 ലക്ഷം രൂപ കയ്യിലുണ്ട്, അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ഞാൻ എൻ്റെ ഒരു
ഫ്രണ്ടിനോട് 5 ലക്ഷം രൂപ കടം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു പൈസ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അമ്മ തരുവാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ചോദിച്ചതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞു, അമ്മയ്ക്ക് തരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, കുഴപ്പമൊന്നുമില്ല. അന്ന് രാത്രിയിൽ ഈശോയുടെ സന്നിധി ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നീ ഒന്ന് ഇടപെടണം, നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. രാത്രി ഒരു 10:30 കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അയർലൻഡിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാമോ? ഞാൻ അയച്ചു കൊടുത്തു. 1 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. രാത്രി 12:30 കഴിഞ്ഞപ്പോൾ വേറൊരു കോൾ വരുന്നു. ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിന് ഓർമ്മ വന്നു, ഞങ്ങളൊരു ചെറിയ ദശാംശമുണ്ട്, 1,60,60,000 രൂപ അക്കൗണ്ടിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിനോട് 3 ലക്ഷം കടം ചോദിച്ചു. അദ്ദേഹവും ഒഴിവായിപ്പോയി. പെണ്ണും കർത്താവ് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം ആശ്രയം. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ 5 മണിയായപ്പോൾ ഒരു കോൾ വരികയാണ്. എന്നോട് ചോദിച്ചു, ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്നുണ്ട്. 7 മണിയായപ്പോഴത്തേനും ഒരു 3-4 പേര് വന്നു. അവർ ഓഫീസിൽ വന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും അത്യാവശ്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്, 18 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, 15 ലക്ഷം ആയിട്ടുണ്ട്, 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ഇത് കേട്ട് അവർ വണ്ടിയിലേക്ക് ഇറങ്ങിപ്പോയി. വണ്ടിയിലിരുന്ന് ആലോചിച്ച് തിരിച്ചു വന്നിട്ട് ഒരാൾ 1 ലക്ഷം, ഒരാൾ 50,000, ഒരാൾ 1.5 ലക്ഷം രൂപ എടുത്തു തന്നു. ദൈവം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കടം അവർ തരാതിരുന്നത് വലിയ ദൈവാനുഗ്രഹമായി. കടം കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചു കൊടുക്കണമല്ലോ. 2004 ഞാൻ ജമ്മു കാശ്മീരിലാണ്. അഭിമന്യ പീറ്റർ സെലസ്റ്റിൻ പിതാവ് അവിടെ എനിക്കൊരു വീട് വിട്ടു വന്നിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ബിഷപ്സ് ഹൗസിൽ പോകും. ബിഷപ്പ് ഹൗസിൽ നിന്ന് രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പീറ്റർ സെലസ്റ്റിൻ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഒരച്ഛൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരു 2,000 രൂപ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, 1000 രൂപ നിങ്ങളെടുത്തോ, 1000 രൂപ മാനസികാവസ്ഥയുള്ള സ്ത്രീകൾ നോക്കുന്ന സ്ഥാപനമുണ്ട്, അവിടുന്ന് ഒരു 30 കിലോമീറ്റർ അകലെ, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത് അവിടം വരെ പോകണമെന്നുള്ളതാണ്. ഞാൻ ഞങ്ങളുടെ ആശ്രമത്തിലെത്തി ചാപ്പലിൽ കയറി അല്പസമയം പ്രാർത്ഥിച്ചു. അങ്ങോട്ട് പോകണോ വേണ്ടെന്ന് ബൈബിൾ തുറന്നു. അന്നൊരു 10-ാം തീയതി ആയിരുന്നു. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, കർത്താവ്, ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന 10ാമത്തെ വാക്യത്തിൽ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ പോകാം. എനിക്ക് തുറന്നു കിട്ടിയപ്പോൾ ലൂക്ക 22:10 അങ്ങോട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഉടനെ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങോട്ടുള്ള ബസ്സിൽ കയറി. അക്കന്നൂർ എന്ന് പറയും, അവിടെ ബസ് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. ഒരു രാവിലെ 11 മണി സമയം മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരു കടത്തിണ്ണയിൽ കയറി നിന്ന് കുറച്ച് സമയം മഴ കുറയുന്നില്ല. ഞാൻ മനസ്സിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിട്ട്, അങ്ങ് പറഞ്ഞുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത്, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മഴ മാറ്റണം, എനിക്ക് അവിടം വരെ പോകണം. ദൈവകൃപയാൽ മഴ മാറി. ഒരു കാറിന് പോകാൻ വീതിയുള്ള റോഡാണ് അങ്ങോട്ടുള്ളത്. ഞാൻ ആ വഴിക്ക് നടക്കുകയാണ്. കാലിൽ ചെരുപ്പൊന്നുമില്ല. ഒരു 10 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടർ എൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ഞാൻ ഇങ്ങനെയൊന്ന് ആഗ്രഹിച്ചു, ഈശോയെ, ആ സ്കൂട്ടർ നിർത്തിയിരുന്നെങ്കിൽ എനിക്കും കയറി പോകാമായിരുന്നല്ലോ. ആഗ്രഹിച്ച നിമിഷം തന്നെ സ്കൂട്ടർ ഏകദേശം ഒരു 5-8 മീറ്റർ മുമ്പിൽ സ്കൂട്ടർ അവിടെ നിർത്തി. ഞാൻ നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അദ്ദേഹം എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു, എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു, എന്നെ ആശ്രമത്തിൽ പോവുകയാണ്. പുറകെ കയറി ഇരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പുറകെ കയറിയിരുന്നു. അദ്ദേഹം എന്നെ ആ സ്ഥാപനത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. ഈശോയെ, ആ സ്കൂട്ടർ നിർത്തിയിരുന്നെങ്കിൽ, ആ സമയത്ത് അവൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ഭക്തരുടെ ആഗ്രഹം സാധിച്ചു തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. 2005 ഞാൻ തൊടുപുഴയിലാണ്. ഒരു ദിവസം വ്യാഴാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോകാൻ പങ്കെടുക്കാൻ പറ്റിയില്ല. അന്ന് 4 മണിക്ക് തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിൽ വിശുദ്ധ കുർബാനയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അല്പം നേരത്തെ പോയി ഹോസ്പിറ്റലിലെ ചാപ്പൽ, ചെറിയൊരു ചാപ്പൽ മുറി, അവിടെ കുറച്ച് സമയം അരക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ആ കൂടെ പോയി പുറയിലിരുന്നു. അവിടെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞു. കുർബാന തുടങ്ങി. കുർബാന കഴിഞ്ഞു 4:45 കാണും. എൻ്റെ തല വെട്ടി പൊളിച്ചപ്പോൾ എന്നൊരു വേദന അനുഭവപ്പെട്ടു. ഞാൻ അതിനുശേഷം എൻ്റെ മുറിയിലേക്ക് പോയി താമസിക്കുന്ന തലവേദന കൂടി വന്നു. വൈകുന്നേരം 6 മണിയായപ്പോഴത്തേനും വീണ്ടും ശക്തമായ തലവേദനയുടെ മരുന്ന് കഴിച്ചു, മാറുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേനും ശക്തമായ പനി. തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു. വൈകുന്നേരം വീണ്ടും പനി കൂടുന്നു. അടുത്ത ദിവസം പോയി അവിടെ ഒരാഴ്ച അഡ്മിറ്റായി. ഞാനവിടെ ആശുപത്രിയിലോട്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാണാനെങ്കിൽ വരും. 500, 500, 1000 ഒക്കെ പൈസ തരാൻ തുടങ്ങി. 2003 സ്നേഹാലയത്തിനൊരു 22,000 രൂപ കടബാധ്യത വന്നു. അപ്പോൾ ഇവിടെ ശുശ്രൂഷയ്ക്ക് അന്ന് സഹായിക്കുന്ന ഒരു സഹോദരൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു, സഹോദര,
20,000 രൂപ ഞാൻ കടം തരാം, 1 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കുറ്റികളച്ചൻ ഞങ്ങളുടെ കൂടെ മീറ്റിങ്ങിനുണ്ട്. 1 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. എന്ത് പറയുന്നു എന്ന്. അപ്പോൾ അച്ഛൻ അന്ന് ഉത്തരവാദിത്തം വഹിക്കുന്ന ടീമിനോട് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ റെഡിയാണോ? കൊടുക്കാമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ല. ഹോസ്പിറ്റൽ ബില്ല് അടച്ച് ആ കിട്ടിയ പൈസയിൽ നിന്ന് 20,000 രൂപ എടുത്ത് ഈ പറഞ്ഞ സഹോദരൻ്റെ കടം വീട്ടി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കണം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.